സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ സാമ്പാറാണ്. നിങ്ങൾ ഇതുപോലൊരു സാമ്പാർ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സാധാരണയായി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കുറേയധികം പച്ചക്കറികൾ ചേർത്താണല്ലോ. പക്ഷേ ഈ സാമ്പാറിന് കുമ്പളങ്ങയും പരിപ്പും മാത്രം മതി. നല്ല ടേസ്റ്റോട് കൂടിയ ഈ കുമ്പളങ്ങ സാമ്പാർ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. 1/2 കിലോ കുമ്പളങ്ങയും 1/2 കപ്പ് പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 20 ചെറിയ ഉള്ളി ക്ലീൻ ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. അതില്ലെങ്കിൽ സവാള കഷ്ണങ്ങളാക്കിയതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം കഷ്ണങ്ങളുടെ നിരപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു വിസിൽ വന്ന ശേഷം എയർ ഫുള്ള് പോകുന്നതിന് മുമ്പേ കുക്കർ തുറന്ന് നോക്കണം, ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ വെന്തു പോകും. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന ഈ പൊടിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. പൊടികളും പരിപ്പും കുമ്പളങ്ങയും എല്ലാം നല്ലവണ്ണം മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കണം. ചാറ് നീട്ടണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പും കൂടി നോക്കണം, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒത്തിരി നീണ്ടു പോകാതെ കുറച്ച് കുറുകിയിരിക്കുന്ന സാമ്പാറാണ് നല്ലത്. ഇനി ഇത് അടപ്പ് കൊണ്ട് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാറ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒരേ ഒരു പച്ചക്കറി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാമ്പാറാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്താണേലും ഇതുപോലൊരു സാമ്പാർ വെച്ച് കാണത്തില്ല. അതുകൊണ്ട് ഇതുപോലൊന്ന് വെച്ച് നോക്കണേ. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഈ ഒരു സാമ്പാർ മാത്രം മതി. മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. കുമ്പളങ്ങ കൊണ്ട് മാത്രം വെച്ചിരിക്കുന്ന ഈ സാമ്പാറെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.